2025 നീറ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ്. ഓർഗാനിക് കോമ്പൗണ്ടിനെ ഗ്രിഗ്നാർഡ് റിയേജന്റ് എക്സസ് മിഥൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് വെച്ച് റിയാക്ട് ചെയ്യിക്കുക, കിട്ടുന്ന പ്രോഡക്റ്റിനെ ഹൈഡ്രോളൈസ് ചെയ്താൽ നമ്മൾക്ക് ഏത് പ്രോഡക്റ്റ് ആണ് കിട്ടുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ നോക്കുക, ഇതിൽ ഡബിൾ ബോണ്ട് O ഉണ്ട്, C ട്രിപ്പിൾ ബോണ്ട് N ഉണ്ട്. നമുക്കറിയാം മൾട്ടിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ടിലേക്ക് ആണ് ഗ്രിഗ്നാർഡ് റിയേജന്റ് ആഡ് ചെയ്യുക. ആദ്യം ഡബിൾ ബോണ്ട് ഓയിലേക്ക് ഗ്രിഗ്നാർഡ് റിയേജന്റ് ആഡ് ചെയ്യാം. നമ്മൾ ഈ മിഥൈൽ ഗ്രൂപ്പ് ഇവിടെ പോയി അറ്റാച്ച് ചെയ്യും. ഡബിൾ ബോണ്ട് O എന്തായി മാറി, OH ആയി മാറും ഹൈഡ്രോളൈസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് ചെയ്ത് നോക്കുക. നമ്മൾ ഫസ്റ്റ് പ്രോഡക്റ്റ് ചെയ്ത് നോക്കുക. അതായത് ബെൻസീൻ അവിടെയുണ്ട്, ബെൻസീൻ മാറുന്നില്ല. ഈ CH3 ഇവിടെ വന്നു, ഇവിടെ അല്ലേ, ഈ ഡബിൾ ബോണ്ട് OH ആയി മാറി. C ട്രിപ്പിൾ ബോണ്ട് N ആണ് സയനൈഡ് അല്ലേ. നമുക്കറിയുന്ന വേറൊരു കാര്യം, ഇത് റിയാക്ഷൻ കഴിഞ്ഞിട്ടില്ല. എക്സസ് മീഥൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ, പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് എക്സസ് മീഥൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ്, ഇതിലേക്ക് വീണ്ടും മീഥൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് ആഡ് ചെയ്യുന്നു. നമുക്ക് നോക്കാം, സയനൈഡിലേക്ക് മീഥൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് ആഡ് ചെയ്ത RCN, RC ട്രിപ്പിൾ ബോണ്ട് N ആണ് സയനൈഡ് അല്ലേ. ഇതിലേക്ക് മീഥൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് ആഡ് ചെയ്താൽ എന്താ സംഭവിക്കുക നോക്കാം. ഒന്നുമില്ല, ഈ മിഥൈൽ ഗ്രൂപ്പ് ഇവിടെ പോയി അറ്റാച്ച് ചെയ്യും. ഈ C ട്രിപ്പിൾ ബോണ്ട് N എന്നുള്ളത് എന്തായി മാറി, C ട്രിപ്പിൾ ബോണ്ട് N എന്നുള്ളത് C ഡബിൾ ബോണ്ട് O ആയി മാറും. എന്താ സംഭവിക്കുക, ഇവിടെയുള്ള മിഥൈൽ ഗ്രൂപ്പ് ഇവിടെ പോയി അറ്റാച്ച് ചെയ്തു. C ട്രിപ്പിൾ ബോണ്ട് N എന്നുള്ളത് എന്തായി മാറി, C ഡബിൾ ബോണ്ട് O ആയി മാറി. അപ്പോൾ നമ്മൾ കിട്ടുന്ന പ്രോഡക്റ്റ് നോക്കാം. ഇതിലേക്ക് മീഥൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് ആഡ് ചെയ്താൽ ഇങ്ങനെ മാറും. ഇങ്ങനെയാണ് പ്രോഡക്റ്റ് കിട്ടുന്നത്. ഈ ബെൻസീൻ അവിടെ ഉണ്ടാവും, ബെൻസീൻ അവിടെ തന്നെ നിൽക്കട്ടെ. ഈ OH ഇവിടെയുണ്ട്, ഇവിടെ CH3 ഉണ്ട്. ഈ C ട്രിപ്പിൾ ബോണ്ട് N എന്തായി മാറി, ഇവിടെ ഒരു CH3 വരും, CH3 വന്നു, ഇവിടെ ട്രിപ്പിൾ ബോണ്ട് N ഡബിൾ ബോണ്ട് O ആയി മാറി. അപ്പോൾ നമ്മൾ ആൻസർ ഏതാ നോക്കാം. ആൻസർ വരുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആണ് ആൻസർ വരുന്നത്.